ഓക്കെ, സോ ഇന്നത്തെ സെറ്റപ്പ് എത്രത്തോളം മോശമാണോ അത്രത്തോളം മോശമായിട്ടൊരു വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. യെസ്, ഇന്ത്യയിൽ ചൈനീസ് ഫോണുകൾ ബാൻ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ സംസാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ന്യൂഡൽഹിയിൽ നിന്നും വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ്. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് ചൈനീസ് ഫോണുകളിൽ 12,000 രൂപയും അതിന് താഴെയുള്ള ആ ഒരു സെഗ്മെന്റ് കംപ്ലീറ്റ്ലി ബാൻ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. അതിനു പകരമായിട്ട് ഡൊമസ്റ്റിക് ബ്രാൻഡ്സ് ആയിട്ടുള്ള മൈക്രോമാക്സ്, ലാവ എന്നിങ്ങനത്തെ ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളുമാണ് ഗവൺമെന്റ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 15,000 രൂപയുടെ താഴെയുള്ള ആ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്നത് കുറേ അധികം ചൈനീസ് ബ്രാൻഡുകളും അതേപോലെ സാംസങ്ങിന്റെ സ്മാർട്ട് ഫോൺസും ആണ്. സോ അവരുടെ ഡോമിനേഷൻ കുറേ വർഷങ്ങളായിട്ട് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇന്ത്യൻ ഒന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം, അത്ര ഡോമിനേഷൻ കാണിക്കുന്ന രീതിയിൽ. സോ ബ്ലൂംബർഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഇൻഡിജീനസ് ആയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്റ്റുകളെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ആൻഡ് ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ബ്രാൻഡ്സിനെ കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഇത്തരത്തിലുള്ള ഒരു ഡിസിഷൻ ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് എടുക്കുന്ന രീതിക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ കൗണ്ടർ പോയിന്റിന്റെ റിസർച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്ത്യയിൽ ഏകദേശം 80% സ്മാർട്ട് ഫോൺസ് വിറ്റുപോയിരിക്കുന്നത് 12,000 രൂപയുടെ ആ ഒരു പ്രൈസ് സെഗ്മെന്റിലാണ്. അതായത് ഈ ലാസ്റ്റ് 3 മാസത്തിന്റെ ഈ കഴിഞ്ഞ ഇയർ ക്ലോസ് ആയല്ലോ, അപ്പോൾ ആ സമയത്ത് എടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരമാണ് 80% ഓഫ് ദി ഇന്ത്യൻസും 12,000 റുപ്പീസിന് താഴെയുള്ള സ്മാർട്ട് ഫോൺസ് ആണ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നവും രൂക്ഷമായി വരുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നില്ലേ, അതായത് ഒട്ടുമിക്ക ചൈനീസ് സ്മാർട്ട് ഫോൺ മാനുഫാക്ചറേഴ്സ്, ഷവോമി ഉണ്ടായി, വിവോ ഉണ്ടായി, ഇവരുടെ മേത്തൊക്കെ ഹെവി പെനാൽറ്റി ചാർജ് ചെയ്തു. അതായത് ഇന്ത്യയിൽ നിന്നും രൂപ അനധികൃതമായി മറ്റ് കൺട്രീസിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്, ഒരു കാര്യവുമില്ലാതെ ക്യാഷ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അത് വലിയ എമൗണ്ട്സ്. ആ ഒരു രീതിക്ക് കുറേയധികം ചൈനീസ് കമ്പനികളും കൂടെ പിടിക്കപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഒരു ആക്ഷൻ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ തന്നെയാണ് ഗവൺമെന്റ് നോക്കുന്നത്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവോ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് വരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫ്രീസ് ചെയ്തു വെച്ചു ഈ ഒരു പ്രശ്നം കാരണം. അതായത് വിവോയുടെ മൊത്തം വരുമാനം തന്നെ നിർത്തുന്ന രീതിക്കൊക്കെയാണ് ആക്ഷൻസ് എടുത്തത്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, കഴിഞ്ഞ 1-2 വർഷമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ചൈനീസ് ആപ്ലിക്കേഷൻസിനെ ബാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യയിൽ നിന്നും വിവരങ്ങൾ ചോർത്തിയെടുക്കുന്ന രീതിക്കുള്ള ചൈനീസ് ആപ്ലിക്കേഷൻസിനെ ഒക്കെ ബാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബാനായി പോയ PUBG വീണ്ടും വന്നിട്ട് ആ ഒരു BGMIനെ ബാനാക്കി കളഞ്ഞു. എന്തായാലും ആപ്ലിക്കേഷൻസ് മാത്രമല്ല നമ്മൾ ഡേറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, മേ ബി അതിനകത്തുള്ള ഹാർഡ്വെയറുകളും ഇതിൽ പങ്കുകൊള്ളാം എന്നുള്ളൊരു തീരുമാനവും കൂടി അല്ലെങ്കിൽ എന്നുള്ളൊരു കാരണവും കൂടി മുൻകൂട്ടി കണ്ടാണോ എന്നറിയില്ല. ഇത്തരത്തിൽ ചൈനീസ് സ്മാർട്ട് ഫോണുകൾ ഇപ്പോൾ 12,000 രൂപയ്ക്ക് താഴെയുള്ളത് ബാൻ ചെയ്യണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഗവൺമെന്റിന്റെ ഇടയിൽ സംസാരം നടക്കുന്നുണ്ട്. ഒഫീഷ്യലി ഇതിനെക്കുറിച്ചുള്ളൊരു സർക്കുലർ ഇറങ്ങിയിട്ടില്ലെങ്കിലും ഇങ്ങനൊരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് എന്നുള്ളൊരു ന്യൂസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 12,000 റുപ്പീസ് താഴെയുള്ള ഈ ഒരു സ്മാർട്ട് ഫോൺസ് ഇന്ത്യൻ ബ്രാൻഡുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പറയുന്ന റിപ്പോർട്ട്സ് ആണ്, ചൈനീസ് സ്മാർട്ട് ഫോൺസ് മാക്സിമം ഇന്ത്യയിൽ നിന്നും ഒഴിവാക്കി കളഞ്ഞാൽ പിന്നീട് ചൈനീസ് ആപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ പോലെ തന്നെ സ്മാർട്ട് ഫോൺസ് വഴിയും പ്രശ്നങ്ങൾ ഉണ്ടാകുവാണെങ്കിൽ അതിനെയും പ്രിവെന്റ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇന്ത്യൻ ബ്രാൻഡ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യില്ല എന്നൊന്നുമല്ല, പക്ഷേ നിങ്ങൾ പറയൂ, എത്ര നല്ല ഇന്ത്യൻ സ്മാർട്ട് ഫോൺ മാനുഫാക്ചറേഴ്സ് ആണുള്ളത്. അതായത് ഇപ്പം ഇറങ്ങുന്ന ചൈനീസ് ഫോണുകളുമായിട്ട് ഒപ്പത്തിനൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന മൈക്രോമാക്സ് എടുക്ക്, ലാവ എടുക്ക്, ഇവരുടെയൊക്കെ സ്മാർട്ട് ഫോൺസ് എന്ന് പറയുന്നത് ഇവരാരും തന്നെ അത്രത്തോളം കോമ്പറ്റേറ്റീവ് ആവുന്നുമില്ല. ആൻഡ് യൂസേഴ്സിന് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചൊരു, ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനീസൊക്കെ പണ്ടൊക്കെ ഡോമിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെ കിഡിലനായിട്ട് ഇപ്പോൾ ഉള്ള ചൈനീസ് സ്മാർട്ട് ഫോൺസിനെ വെല്ലുന്ന രീതിക്കുള്ള സ്പെസിഫിക്കേഷൻസ് ഉള്ള സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് അതിലും കുറഞ്ഞ വിലയിൽ ഇന്ത്യയിൽ ഇറക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ആരാണ് മേടിക്കാതിരിക്കാനായിട്ട് പോകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള ചിപ്സെറ്റുകളും അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഡിസ്പ്ലേസ്, ക്യാമറാസ്, റാം, സ്റ്റോറേജ് ഇതൊക്കെ കൊടുത്ത് നല്ലൊരു ഇന്ത്യൻ സ്മാർട്ട് ഫോണുകൾ ഇറക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ ഈ ചൈനീസ് ആൾട്ടർനേറ്റീവ്സിലേക്ക് പോകില്ല. ഈ ഒരു എമൗണ്ട് എന്നുള്ള രീതിയും പിന്നെ ക്വാളിറ്റി എന്നുള്ള ഈ രണ്ട് കാര്യങ്ങളിൽ തന്നെ നമുക്ക് ഓപ്ഷൻസ് ഇല്ലാതെ വരുന്നത് ഇന്ത്യൻ മാനുഫാക്ചേർഡ് സ്മാർട്ട് ഫോൺസിൽ. എന്തായാലും ഇനി ചൈനീസ് സ്മാർട്ട് ഫോൺസ് എടുക്കുന്നവർ ഒന്ന് സൂക്ഷിച്ചേക്കുക, കാരണം ഇത്തരത്തിലുള്ള സംസാരങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് മറ്റ് നോൺ ചൈനീസ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് നോക്കുവാണെങ്കിൽ ഇപ്പോൾ സാംസങ് ഉണ്ട്, അതേപോലെ ഇപ്പോൾ നത്തിങ് ഉണ്ട്, കൂടാതെ നമുക്ക് ഗൂഗിൾ പിക്സൽ ഫോൺസ് ഉണ്ട്, ഐഫോൺസ് ഉണ്ട്. ഇവരൊക്കെ അത്യാവശ്യം എസ്കേപ്പ് ആയിട്ടുണ്ട്. ബാക്കി ഉള്ള എല്ലാ ചൈനീസ് സ്മാർട്ട് ഫോൺ മാനുഫാക്ചറേഴ്സിനും ഇത് വലിയൊരു ചർച്ചാ വിഷയമായിട്ട് തന്നെയാണ് മാറിയിരിക്കുന്നത്. ആൻഡ് യെസ്, ഈ ഒരു വാർത്ത ഇപ്പോൾ വന്നിരിക്കുന്നതാണ്. ആൻഡ് സെറ്റപ്പിലൊക്കെ ലേശം വ്യത്യാസമുണ്ട്. കുറച്ചാൾ എൻ്റെ ശരിയാവും. ഞാൻ എമർജൻസി ആയിട്ടൊന്ന് നാട് വരെ വന്നതാണ്. മഴയും ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്തായാലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അതൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ഫ്ലഡിലൊക്കെ പെട്ട് കിടക്കുന്ന ആൾക്കാരൊക്കെ
എത്രയും പെട്ടെന്ന് റിലീവ് ആവട്ടെ എന്നും പ്രാർത്ഥിക്കാം. സോ ഈ ഒരു ഇൻഫർമേഷൻ മറ്റൊരായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലും ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.